ഒരിക്കൽ എൻ്റെ അരികിൽ വന്നിരുന്ന 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോന്, അവന് കൊണ്ടുവന്നത് ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതാണ്. സ്വഭാവ വൈകല്യമാണ് അവനെ കൊണ്ടുവരാനുള്ള കാരണം. അങ്ങനെ അടുത്തിരുന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് സംസാരത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും വളരെ ഫ്രണ്ട്ലി ആയി. അങ്ങനെ ഈ കമ്പനി അടിച്ചിരിക്കുന്ന സംസാരിക്കണതിൻ്റെ ഇടയിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർക്ക് ഞാനൊരു കൂട്ടം കാണിക്കട്ടെ എന്ന് ചോദിച്ചു. എന്താന്ന് പറഞ്ഞപ്പോൾ അവന് പോക്കറ്റിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ട് എനിക്ക് കാണിച്ചു തരികയാണ്. അതിൻ്റെ പേരും പറഞ്ഞു അവന്, ഡോക്ടർ ഇതാണ് കൂൾ എന്നാണ് അവൻ അതിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ അടുത്ത് എനിക്ക് വിശദീകരിച്ച് പറഞ്ഞു തന്നു. ഇതെന്ന് വെച്ചാൽ ഡോക്ടർ ഹാൻസൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവനറിയാം എൻ്റെ ജനറേഷൻ വേറെയാണ്, ഞാൻ ഒരുപക്ഷെ കൂള് കേട്ട് കാണില്ല, ഹാൻസ് കേട്ട് കാണും എന്നുള്ളത് അവനറിയാം. അവനതിനെക്കുറിച്ച് വെൽ നോളേജ് ഉണ്ട്. അവൻ എൻ്റെ അടുത്ത് പറയുകയാണ്, ഹാൻസ് ഡോക്ടർ കേട്ട് കാണും, ഈ ഹാൻഡ്സ് വെക്കുന്ന പോലെ തന്നെയാണ് ഈ കൂളും, ഇതെങ്ങനെ വെക്കണമെന്ന് വളരെ വിശദമായിട്ട് മനോഹരമായിട്ട് അവനത് പഠിപ്പിച്ചു തന്നു. ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, മോൻ എപ്പോൾ മുതലാണ് ഇത് കണ്ടു തുടങ്ങിയത്, എന്ന് മുതലാണ് ഇത് ഉപയോഗിച്ച് തുടങ്ങിയത്? അവൻ ഒട്ടും സംശയമില്ലാണ്ട് അവനിങ്ങനെ പറയാം. പെട്ടെന്ന് തന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഏകദേശം 4ാം ക്ലാസ് ലാസ്റ്റ് ആയപ്പോഴത്തേനൊക്കെ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നോക്കൂ, 4ാം ക്ലാസ് മുതൽ കൂൾ ഉപയോഗിച്ച് തുടങ്ങിയ മക്കൾ ദൂരെയൊന്നുമല്ല, അങ്ങ് ദൂരെയുള്ള സംഭവങ്ങളൊന്നും അല്ല, നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ, നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ പോലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. ഇതുപോലുള്ള ഒന്നല്ല, ഒരു അനുഭവമേ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെച്ചിട്ടുള്ളൂ എങ്കിൽ ദിവസവും അനവധി അനുഭവങ്ങളാണ്, കേസുകളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, പരിഹരിച്ചു കൊണ്ടിരിക്കുന്നത്, കുടുംബങ്ങളിങ്ങനെ കണ്ണുനീരിൽ ആഴ്ന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഒരൊറ്റ സംഭവം മതി, വീട്ടിലൊരൊറ്റ സംഭവം ഉണ്ടായാൽ മതി, നമ്മുടെ ആ വീട്ടിലെ മറ്റെല്ലാ അംഗങ്ങളുടെയും എല്ലാ സന്തോഷങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയാവാൻ. പേരും പ്രശസ്തി ഉണ്ടാവാം, നമുക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാവാം, സമ്പത്തും ഒരുപാട് തന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാം നമ്മൾ. പക്ഷെ ഇതെല്ലാം ആസ്വദിക്കണമെങ്കിൽ, ഇതൊക്കെ നമുക്ക് കിട്ടിയതുപോലെ ജീവിതത്തിൽ ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഉണ്ടല്ലോ, ആ വീടിൻ്റെ ഉള്ളും കൂടെ സന്തോഷമുള്ളതാവണം. ആ വീടിൻ്റെ അകത്തുള്ള എല്ലാ അംഗങ്ങളും പരസ്പരം സന്തോഷവും സംതൃപ്തിയും സമ്മാനിക്കുന്നവരാവണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ഏറ്റവും നല്ലതാവണം. ഞാൻ നന്നാവുമ്പോൾ എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ നന്നാവും, അല്ലേ? നിങ്ങൾ ഓരോരുത്തരും നന്നാവുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരൊക്കെ നന്നാവും. അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മുടെ മക്കൾ, അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ മക്കൾ. ഒരു അനുഭവം പങ്കുവെക്കുകയാണ്. +1 പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവരികയാണ്. അങ്ങനെ ക്ലിനിക്കിൽ വന്നു. ആദ്യം ഉമ്മയാണ് ക്ലിനിക്കിൽ കയറി വന്നത്. ഉമ്മ ഭയങ്കര സങ്കടത്തിലാണ്, ഒരുപാട് നേരം കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് ഉമ്മ പറയാണ്, ഉമ്മയും മോളും, ഉമ്മ കൊണ്ടുവന്ന +1 പഠിക്കുന്ന മോളും നല്ല കൂട്ടായിരുന്നു, നല്ല ഫ്രണ്ട്സായിരുന്നു, അവർ തമ്മിൽ നല്ല ബന്ധമായിരുന്നു. എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ച് ചർച്ച ചെയ്ത് ഒരുമിച്ച് തീരുമാനങ്ങളിൽ എത്തുമായിരുന്നു. ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുമായിരുന്നില്ല. നല്ല രസമായിരുന്നു വീടിൻ്റെ ഉള്ളിൽ, എപ്പോഴും കളിയും ചിരിയും ആനന്ദമൊക്കെ ആയിരുന്നു. പക്ഷേ അവൾ 8ാം ക്ലാസ്സിലേക്ക് എത്തിയ അന്ന് മുതൽ, 8ാം ക്ലാസ്സിലേക്ക് പാസ്സായി ആ വർഷം മുതൽ അവൾ മാറാൻ തുടങ്ങി. ഞാൻ പറയുന്ന പല കാര്യങ്ങളോടും അവൾക്ക് അംഗീകരിച്ചു തരാൻ, പല കാര്യങ്ങളെയും അനുസരിക്കാൻ അവൾക്ക് പ്രയാസമായിരുന്നു. അവൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന പല കാര്യങ്ങളും അവൾക്കും സമ്മതം മൂളിക്കൊടുക്കാൻ എനിക്കും പ്രയാസം ഉണ്ടാവുന്ന കാര്യങ്ങളായിരുന്നു. അങ്ങനെ പതുക്കെ ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങി, ബഹളങ്ങൾ തുടങ്ങി, കലഹിക്കാൻ തുടങ്ങി, ഞങ്ങൾ തമ്മിൽ അടിപിടിയായി, സങ്കടപ്പെടൽ തുടങ്ങി. ഇപ്പോൾ വീട്ടിൽ ഒരു ആനന്ദവും ആഹ്ലാദവും ഇല്ല എന്ന് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ആ ഉമ്മ പങ്കുവെക്കുകയാണ്. അങ്ങനെ മോളെ വിളിച്ചു. അമ്മ പറഞ്ഞത് മോളെക്കുറിച്ചാണ്, അതുകൊണ്ട് മോളെ വിളിക്കണം. അങ്ങനെ മോളെ ക്ലിനിക്കിനകത്തേക്ക് വിളിച്ചു. മോള് കയറി വന്നു. മോളെടുത്ത് ചോദിച്ചു, എന്താ മോളുടെ പ്രശ്നം എന്താ? അവളും കരയുന്നതായിരുന്നു, അവൾക്കും സങ്കടമാണ്, വിഷമമാണ്. കരച്ചിലൊക്കെ നിർത്തി അവളും പറഞ്ഞു തുടങ്ങി, ഞാനും എൻ്റെ ഉമ്മയും നല്ല സൗഹൃദത്തിലായിരുന്നു. എൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ ഉമ്മ തന്നെയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഉമ്മയുടെ അടുത്ത് ഞാൻ പങ്കുവെക്കുമായിരുന്നു. പക്ഷേ ഞാൻ 8ാം ക്ലാസ്സിലെത്തിയ അന്ന് മുതൽ, 8ാം ക്ലാസ്സിലേക്ക് ഞാൻ പാസ്സായി അന്ന് മുതൽ എൻ്റെ ഉമ്മ മാറാൻ തുടങ്ങി. ഉമ്മ പറഞ്ഞത് എന്താണ്? മോള് മാറാൻ തുടങ്ങിയെന്നല്ലേ. മോള് പറയാണ്, എൻ്റെ ഉമ്മ മാറാൻ തുടങ്ങി.
എന്ത് മാറ്റമാണ് ഉമ്മയ്ക്ക് ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയാണ്, പിന്നീട് അങ്ങോട്ടേക്ക് ഞാൻ പറയുന്ന ഒരു കാര്യം എൻ്റെ ഉമ്മ എനിക്ക് അംഗീകരിച്ച് തരില്ല. ഒന്നിനെയും അംഗീകരിക്കാൻ പറ്റാത്ത സ്വഭാവമായിരുന്നു ഉമ്മയ്ക്ക്. ഒരു സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ വീട്ടിലില്ല ഡോക്ടറെ. ഇപ്പോൾ ഞാൻ തികച്ചും ഒരു കൂട്ടിലടക്കപ്പെട്ട പക്ഷിയെ പോലെയാണ്. ഒരു സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ ഉമ്മ വീട്ടിൽ തരുന്നില്ല. എനിക്ക് ജീവിക്കാൻ വയ്യ ആ വീട്ടിൽ എന്ന് വളരെ ഗദ്ഗതത്തോട് കൂടിയിട്ട് ആ കുട്ടി പങ്കുവെക്കുകയാണ്. അങ്ങനെ വീണ്ടും ഇവിടെ പ്രതിയാക്കപ്പെട്ടത് ആരാണ്? പ്രതി ആരാ? ആരെണ്ണേളങ്ങൾ കുറങ്ങുക. ആരാ പ്രതി? ഉമ്മയാണല്ലേ. ഉമ്മ തന്നെയാണ് പ്രതി. അത് മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ. ക്ലിനിക്കിൽ ഈ വരുന്ന കേസുകളൊക്കെ, ഈ പരാതിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നവരൊക്കെ അവസാനം പരാതി പറഞ്ഞ് പ്രതിയാക്കപ്പെടുന്നത് ആരാന്നറിയോ? ഞാനും നിങ്ങളൊക്കെയാ. ഞാനും നിങ്ങളൊക്കെ ആരാ? ഉമ്മ അല്ലേ? ഞാനും നിങ്ങളൊക്കെ ഉമ്മമാരല്ലേ? ഞാനും ഉമ്മയാണ്, നിങ്ങളൊക്കെ ഉമ്മമാരാ. ഉപ്പമാരും ഉണ്ട് പ്രതികളുടെ കൂട്ടത്തിൽ അല്ലേ? ഈ മക്കളാണെങ്കിലും ആരൊക്കെയാണെങ്കിലും. ഇനിയിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രോബ്ലം വരാറുണ്ട് ക്ലിനിക്കിൽ അല്ലേ? മിക്ക കേസുകളും അഡോളസൻ്റ് പീരീഡിലുള്ള കുട്ടികളാണ്. എങ്കിലും അതിക്കിടയിലും ഒരു 50% ബിലോ ആയിട്ടൊക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രോബ്ലംസ് വരും. ഇവരുടെയും പ്രശ്ന കാരണം ആരായിരിക്കും എന്നറിയോ? പുരയിൽ ഒന്നും അറിയാതെ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടാവും ഉമ്മയും ഉപ്പയും. അവരായിരിക്കും. പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്, ഞെട്ടാറുണ്ട് ഞാൻ, എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. അതാണ് നേരത്തെ പറഞ്ഞത്, ഈ ഒരു അനുഭവങ്ങളിൽ നിന്നൊക്കെ ഏറ്റവും അവസാനം ആറ്റിക്കുറുക്കിയെടുക്കുന്ന ഒരു ആൻസർ ഉണ്ട്. ആ ആൻസറിൽ ഞാൻ കണ്ടെത്താറുള്ളത് ഞാനും എൻ്റെ ഇണയും തന്നെയാണ്. ഞാനും എൻ്റെ ഇണയും ഏറ്റവും മനോഹരമാവുക, ഞാനും എൻ്റെ ഇണയുടെയും ബന്ധം ഏറ്റവും നല്ല ബന്ധമാവുക, ഞങ്ങൾക്കിടയിൽ സന്തോഷവും സമാധാനവും മാത്രം മറ്റുള്ളവർ കാണുക. പിന്നെ പരാതി പറയാൻ പറ്റുമോ? പിന്നെ പരാതി ഉണ്ടാവുമോ? ഇല്ല അല്ലേ? അത് തന്നെയാണ് അതിനുള്ള ഉത്തരം എന്ന് പിന്നെയും 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 ഉറച്ചു പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കളിലേക്ക് വരികയാണ്. ഇവിടെ ഈ കുഞ്ഞുങ്ങൾ പരാതി പറയുന്നതൊക്കെ ഉമ്മമാരെയാണ്, ഉപ്പമാരെയാണ്. പ്രതിക്കൂട്ടിൽ അകപ്പെടുന്നത് നമ്മളല്ലാതെ മറ്റാരുമല്ല. അതിനെയാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ വളർത്തു ദോഷം എന്ന് പറയുന്നത് അല്ലേ? എന്ത് സംഭവിച്ചാലും അവസാനം എന്താ പറയുക? വളർത്തു ദോഷം എന്നാണ് പറയുക. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ അവിടെ ചുരമുണ്ട്, 2 ചുരങ്ങളുണ്ട്. നാടുകാണി ചുരവും അതുപോലെ താമരശ്ശേരി ചുരവും. വയനാട്ടിലേക്ക് കയറണമെങ്കിൽ ഈ 2 ചുരവും കയറണം. ഇതിൽ താമരശ്ശേരി ചുരമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെ ബൈക്കിൽ പോയ 2 മക്കൾ ഒരു പാറക്കഷ്ണം ബൈക്കിൽ വീണിട്ട് മരണപ്പെടുകയാണ്. നിങ്ങളൊക്കെ ഒരു പക്ഷേ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അവരിങ്ങനെ സ്പീഡിൽ പോവാണ്, വലിയൊരു പാറ വന്നിട്ട് ആ ബൈക്കിലിടിച്ച് അവർ മരണപ്പെടുകയാണ്. അന്ന് വാട്സപ്പിലൊക്കെ വന്നൊരു വാർത്ത എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. മക്കളെ വളർത്തുന്നവർ ശ്രദ്ധിക്കുക, മക്കളെ വളർത്തുമ്പോൾ ഇപ്രകാരമല്ല വളർത്തേണ്ടത് എന്ന് പറഞ്ഞിട്ട്. നോക്കൂ, ഈ മക്കൾ ടൂർ പോയതാണ്. ആ പാറ അവിടെ നിന്ന് ഇടിഞ്ഞ് വീഴുക എന്നത് തികച്ചും പ്രകൃതിയുടെ തീരുമാനമായിരുന്നു അല്ലേ? പ്രകൃതിയുടെ തീരുമാനം മാത്രമായിരുന്നു അത്. അല്ലെങ്കിൽ നമുക്ക് വിശ്വാസികൾക്ക് വിധിയെന്നോ അള്ളാഹുവിൻ്റെ വിധിയെന്നോ ദൈവവിധിയെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇതെന്താണ്? പ്രകൃതിയുടെ തീരുമാനം തന്നെയാണ്. അവിടെ ഉമ്മയും ഉപ്പയും വളർത്തിയ മാതാപിതാക്കൾ എന്ത് പഴിച്ചു? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പറയുന്നത്? നോക്കൂ, നിങ്ങൾ ആ വേളയിൽ പോലും മരണപ്പെട്ട് കിടക്കുന്ന ആ കുഞ്ഞുങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്ന വേളകളിൽ പോലും വളർത്തു ദോഷമാണ്, അമ്മയും അച്ഛനുമാണ് കാരണക്കാർ, വളർത്തിയതിൻ്റെ പ്രശ്നമാണ് എന്ന് പറയുന്ന സമൂഹത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് അല്ലേ? ഒരു പരിധി വരെ അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, ആ വളർത്തുക എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ ഒരിക്കലും തോറ്റുപോകാൻ പാടില്ല. പണ്ടത്തെ പോലെയല്ല. ഇവിടെ പ്രായമായി ഉമ്മമാരൊക്കെ ഇരിക്കുന്ന കാണുന്നുണ്ട്. ഒരു പക്ഷേ 5, 6, 10, 14 ഒക്കെ മക്കളൊക്കെ ഉണ്ടാവും അല്ലേ? എൻ്റെ വല്യപ്പാക്ക് 14 മക്കളുണ്ട്. ഇപ്പോഴും ഉണ്ട് 14 മക്കൾ, 10 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. മനോഹരമായിട്ട് സന്തോഷമായിട്ട് സംതൃപ്തിയോടുകൂടി ജീവിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഇതൊരു ജില്ലയായി പ്രഖ്യാപിക്കാമല്ലോ എന്നൊക്കെ അല്ല. അത്രയും രസമാണ് എല്ലാവരും കൂടെ കൂടുമ്പോൾ. അത് കൂട്ടുകുടുംബത്തിൻ്റെ മനോഹാരിതയാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല. ആ കാലഘട്ടത്തിൽ അത്രയും മക്കളെ യാതൊരു പ്രയാസവും ഇല്ലാണ്ട് തന്നെ ഈ പാരൻസ് വളർത്തി വലുതാക്കി അല്ലേ?
ഈ പാരൻസ് മനോഹരമായിട്ട് വളർത്തി വലുതാക്കി. ഇന്ന് പക്ഷെ നമുക്ക് വിരലിലെണ്ണാവുന്ന മക്കളേ ഉള്ളൂ. 2, 3, 4, മാക്സിമം 5 കുട്ടികളുള്ളവരായിരിക്കും ഇവിടെ ഉള്ളവരൊക്കെ. പക്ഷെ ഉണ്ടല്ലോ, ഈ മക്കളെ വളർത്താൻ കുറച്ച് പാടാണ്. അന്നത്തെ പോലെയല്ല. നമ്മൾ ഹോംവർക്ക് ചെയ്യണം. തീർച്ചയായും ഹോംവർക്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും പറയുമ്പോൾ പോലും ചിന്തിച്ചിട്ട് വേണം പറയാൻ. 2, 3 പ്രാവശ്യം ചിന്തിച്ചിട്ട് വേണം പറയാൻ. കാരണം ഇതെല്ലാം ഈ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുകയാണ്. ഒരു ക്യാമറ മുന്നിലുണ്ടാകുമ്പോൾ നമ്മളെങ്ങനെയാ? ക്യാമറ മുന്നിലുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം കണ്ണാടിയിൽ നോക്കുമല്ലേ, ഇല്ലേ? എങ്ങനെയുണ്ട്, ക്യാമറയിൽ വരാൻ പോവാണ്, അതുകൊണ്ട് ഞാൻ ഓക്കെ അല്ലേ, എൻ്റെ വസ്ത്രമൊക്കെ ഓക്കെ അല്ലേ, എൻ്റെ മുഖമൊക്കെ ഓക്കെ അല്ലേ, നമ്മളൊന്ന് ക്ലിയർ ചെയ്യും നമ്മളെല്ലാം. എന്നാലേ മക്കൾക്ക് മുന്നിൽ ജീവിക്കുന്ന നമ്മളെ, എത്ര മക്കളാണോ അത്രയും ക്യാമറകളാണ് നമ്മളെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 മക്കളുള്ള എന്നെ 3 ക്യാമറകൾ എന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഞാൻ കിടന്നുറങ്ങുന്നത് മുതൽ ഉണരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും, അതിനിടയിലുള്ള സകല കാര്യങ്ങളും എൻ്റെ മക്കൾ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? നമ്മളൊക്കെ അങ്ങനെ എത്ര മക്കളാണുള്ളത്, അത്ര ക്യാമറകളാണ് നമുക്ക് മുന്നിലുള്ളത്. രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളും, നമ്മൾ എന്തെല്ലാം പറയുന്നു, നമ്മൾ എന്തെല്ലാം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവരെന്തെല്ലാം നമ്മിൽ നിന്നും അനുഭവിക്കുന്നത് എല്ലാം അവരിങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ എത്രത്തോളം സൂക്ഷ്മതയാണോ ക്യാമറയ്ക്ക് മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക, നമ്മൾ ചെയ്യുക, അത്രയും സൂക്ഷ്മാലുക്കളാവണം ഈ മക്കൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ. അത് തന്നെയാണ് ഉത്തമ പാഠം എന്ന് പറയുന്നത്. നോക്കൂ, ഈ പെൺകുട്ടിയുടെ പരാതി പറഞ്ഞ ആൾ ഉമ്മയായിരുന്നു. അങ്ങനെ ഉമ്മയെ വിളിക്കുകയാണ്. ഉമ്മ വന്നു, അരികിലിരുന്ന് ഉമ്മയുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ മകൾക്ക് സ്വാതന്ത്ര്യം ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഡോക്ടറെ, എന്തൊക്കെയാണ് ഞാൻ കൊടുക്കാത്ത സ്വാതന്ത്ര്യമില്ലായ്മകൾ എന്ന് നിങ്ങളൊന്ന് ചോദിക്കുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വീണ്ടും മോളെ വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്തൊക്കെയാണ് നിൻ്റെ ഉമ്മ നിനക്ക് തരുന്നില്ല എന്ന് പറയുന്ന, നീ അവകാശപ്പെടുന്ന സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറയാണ്, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ, എല്ലാവരും ഇല്ലേ, ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ മോള് പറയാണ്, ഡോക്ടറെ, ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 5 പേര് ക്ലാസ്സിൽ കട്ട ചങ്ക്സാണ്. ഞങ്ങൾ മലപ്പുറത്തൊക്കെ കട്ട ചങ്ക്സ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട്സിനെയാണ് ന്യൂ ജനറേഷൻ കട്ട ചങ്ക്സ് എന്ന് പറയുക. ഇവിടെയോ ഗുരുവായൂർ അങ്ങനെയാണോ? കട്ട ചങ്ക്സ് തന്നെയാണ് പറയുക. കുട്ടികളൊന്നും മിണ്ടണില്ല. നല്ല ന്യൂ ജനറേഷൻ മക്കളൊക്കെ ഇവിടെ ഇങ്ങനെ മൊഞ്ചത്തിമാരായി ഇരിക്കുന്നുണ്ട്. ഇവരൊന്നും മിണ്ടുന്നില്ലല്ലോ. ചങ്ക്സ് തന്നെയല്ലേ പറയുക. പേര് മാറ്റിയേക്കണം, നമുക്ക് പറയാൻ പറ്റില്ല. ഡേ ബൈ ഡേ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ പുതിയ പുതിയ ടെർമിനോളജീസ്. പുതിയ ടേംസ് വല്ലതും വന്നിട്ടുണ്ടോ? ചങ്ക് തന്നെയാ? ചിലപ്പോൾ കിഡ്നിയൊക്കെ പറയുന്നുണ്ടോയെന്ന് അറിയില്ല. ചങ്കിനേക്കാളും കുറച്ചുകൂടെ മർമ്മപ്രധാനമായ ഭാഗമാണല്ലോ കിഡ്നി, അല്ലേ? 5 to 6 liters ഓഫ് ബ്ലഡ് ഓരോ മിനിറ്റിലും ഇങ്ങനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കിഡ്നിയാണ് അവളെന്നുള്ള പേര് ഇനി പറയുമോ എന്നുള്ളത് നമുക്കറിയില്ല. സോ ചങ്ക് തന്നെയാണ് അല്ലേ? ചങ്കിനെ എന്ത് മനോഹരമായിട്ടല്ലേ അവർ അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, നമ്മളെ മക്കൾ എത്ര സ്നേഹമുള്ള കുട്ടികളാ. ചങ്ക് എന്ന് വെച്ചാൽ എന്താ? ചങ്ക് എന്ന് വെച്ചാൽ എന്താ അറിയില്ലേ? ചങ്ക് എന്താ? കഴുത്തല്ലേ ചങ്ക്, അല്ലേ? ഗുരുവായൂർ ചങ്ക് വേറെ എന്തെങ്കിലുമോ? അല്ല, ഞങ്ങൾ മലപ്പുറത്തൊക്കെ ചങ്ക് എന്ന് പറഞ്ഞാൽ ഈ നെക്കാണ്, കഴുത്തിനാണ് ചങ്ക് എന്ന് പറയാം. ചങ്കിന് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് നമ്മളെ ബോഡിയിൽ. ചങ്കിലൂടെയാണ്, ഈ നെക്കിലൂടെയാണ് ജുഗുലാർ വെയിൻ, കരോട്ടിഡ് ആർട്ടറി പോലെയുള്ള പ്രധാനപ്പെട്ട നെർവ്സും പിന്നെ ആർട്ടറീസൊക്കെ കടന്നു പോകുന്നത്. മനസ്സറിഞ്ഞൊരു പിടുത്തം പിടിച്ചാലേ തീർന്ന്, അല്ലേ? മനസ്സറിഞ്ഞ് ചങ്കിനിട്ടൊരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ തീർന്നു. സോ ആ ചങ്കിനോട് അത്രയും നമ്മളെ ജീവൻ തുടിക്കുന്ന, നമ്മുടെ ജീവൻ ഇരിക്കുന്ന ആ ചങ്കിനോടാണ് അവരുടെ സുഹൃത്തുക്കളെ ഉപമിക്കുന്നത്. എത്ര മനോഹരല്ലേ ആ ബന്ധം, അല്ലേ? അതിനൊക്കെ നമ്മൾ നമ്മളെ കുട്ടികളെ മാതൃകയാക്കിയേ പറ്റൂ. നമ്മുടെയൊക്കെ കാലത്ത് എങ്ങനെയായിരുന്നു? ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് എന്തെങ്കിലും പറയൂലേ ചെവിയിൽ, ഇടി എന്നോടൊരു കാര്യം പറയട്ടെ, ആരോടും പറയരുതിട്ടാ, ഇല്ലേ? നമ്മളത് നേരെ എന്ത് ചെയ്യും? അവൾ പറഞ്ഞ അതേ കാര്യം അപ്പുറത്ത് പോയിട്ട്, ഇടി എന്നോടൊരു കാര്യം പറയട്ടെ, ആരോടും പറയരുതിട്ടാ എന്ന് പറഞ്ഞിട്ട് അവിടെയും പോയി പറഞ്ഞു കൊടുക്കും. പിന്നെ ഉമ്മാനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് യാതൊരു സമാധാനവും ഉണ്ടാവില്ല.
അല്ല, ഞാനൊക്കെ അങ്ങനെ ഇരുന്ന് എല്ലാം എൻ്റെ ഉമ്മാനോട് പറയും. എൻ്റെ ഉമ്മയായിരുന്നു കേട്ടോ എൻ്റെ ചങ്ക്. എല്ലാം ഞാൻ ഉമ്മാനോട് പറയും. ഇപ്പോഴും സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് എന്നെ ഞാനാക്കിയത് ആ ഉമ്മയാണ്. ഓരോന്നും വള്ളി പുള്ളി വിടാതെ അതേ അർത്ഥത്തിലും ആഴത്തിലും അതേ വികാരത്തിലും ഉമ്മയുടെ അടുത്ത് പോയി പറയും. ഉമ്മ ഒരിക്കലും വഴക്ക് പറഞ്ഞിട്ടില്ല, അടിച്ചിട്ടില്ല, ചീത്ത വിളിച്ചിട്ടില്ല. ഓർമ്മയിൽ ഇന്നും ഇല്ല ഉമ്മ വഴക്ക് പറയുന്നതോ ചീത്ത പറയുന്നതോ അടിച്ചതോ ആയിട്ട്. ഉമ്മയും ഉപ്പയും അതെ, രണ്ടുപേരും ഞങ്ങളെ വേദനിപ്പിച്ചതായിട്ട് ഓർമ്മയിലില്ല. ഓർമ്മയിൽ ഇല്ലാണ്ടിരിക്കാൻ കാരണം എന്താ? അവരത് ചെയ്തിട്ടില്ല. അതിനർത്ഥം നല്ല കുട്ടിയായിരുന്നു എന്നാണോ? അല്ല, നമ്മളും കുട്ടിക്കാലവും കൗമാരവും ഒക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ അവിടെയൊക്കെ കുരുത്തക്കേടുകളും പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതിനെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ മകളാണ്, എൻ്റെ മകനാണ്, ഞാനാണ് ഗുണദോഷിക്കേണ്ടത്, ഞാനാണ് മാർഗദർശിയാവേണ്ടത്, ഞാനാണ് വഴികാട്ടി എന്ന് പറഞ്ഞ് വളർത്തിയത് കൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഈ മൈക്ക് പിടിച്ചിട്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം അന്ന് ചങ്കായ ആരായിരുന്നു? ആ ഉമ്മയായിരുന്നു. എന്നേക്കാൾ അനുഭവ സമ്പത്തുള്ള, എന്നേക്കാൾ ലോകം കണ്ട, എന്നേക്കാൾ അറിവുള്ള, ഞാൻ നന്നാവണമെന്ന് എന്നേക്കാൾ ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്ന ഒരേ ഒരാൾ അത് ഉമ്മയല്ലാതെ മറ്റാരാ? അല്ലേ? നമ്മൾ ഏറ്റവും ഉന്നതങ്ങളിൽ എത്തണമെന്ന് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ മാത്രമാണ്. ഈ ചങ്കല്ല ആഗ്രഹിക്കുക. അതുകൊണ്ടല്ലേ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി കൗൺസിലിങ്ങിന് വന്നതാ. അവൾ ഒറ്റക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ, സ്കൂളിൽ കഴിഞ്ഞ് നടന്നു വന്നത് എൻ്റെ ക്ലിനിക്കിൻ്റെ മുന്നിലൂടെയാണ്. അവൾ കയറി വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ നിങ്ങളിഞ്ഞത് എൻ്റെ ഉമ്മാനോടും ഉപ്പാനോടൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് വന്നതാണ്. എന്തേ പ്രശ്നം എന്ന് വെച്ചപ്പോൾ പറയാം, 9ാം ക്ലാസ്സിൽ ഞങ്ങൾ ക്ലാസ്സിൽ 30 പെൺകുട്ടികളാണ്. ഈ 30 പെൺകുട്ടികളിൽ 29 പെൺകുട്ടികളും സെറ്റായിട്ടുണ്ട്, ഞാൻ മാത്രം സെറ്റായിട്ടില്ല എന്ന്. കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? സെറ്റാവാന്ന് വെച്ചാൽ എന്താ കിട്ടിയോ? സെറ്റാവാന്ന് വെച്ചാൽ അറിയില്ലേ? നിങ്ങളൊക്കെ എവിടെ ജീവിക്കണം? നിങ്ങൾക്കൊക്കെ മക്കളില്ലേ? നമ്മളെ കുട്ടികളുടെ വേർഡ്സാണ് അതൊക്കെ, അവരുടെ വാക്കാണ്. അവർക്കൊക്കെ ബോയ് ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് മാത്രം ബോയ് ഫ്രണ്ട് ഇല്ല ഡോക്ടറെ. ഇവരൊക്കെ എന്നെ കളിയാക്കാണ്. ഈ 29 എണ്ണവും എന്നെ കളിയാക്കാണ്, എന്നെ മോട്ടിവേറ്റ് ചെയ്യാണ്, ഞങ്ങൾ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട്. ഇല്ലേ? ഓള് മനസ്സിലാക്കണ്ടേ, ഓലൊക്കെ പടുകുഴിയിൽ ചാടി, ഓരൊക്കെ പടുകുഴിയിൽ വീണു. വീഴാതെ ഇങ്ങനെ മൊഞ്ചായി വൈബാക്കി നടക്കണ ഓളയും കൂടെ തള്ളിയിടാനുള്ള പ്ലാൻ അല്ലേ അത്? അല്ലേ? ഓളയും കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ജീവിതം ആർമാദിച്ച് വൈബാക്കി ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാതെ പഠിച്ച് സന്തോഷമായിട്ട് നടക്കുന്ന ഓളയും കൂടെ വലിച്ച് ആ കുഴിയിലേക്ക് ഇടാനുള്ള മാർഗമാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അല്ലേ? അവിടെ മനസ്സിലാക്കും ആര്? ഈ ചങ്കായിട്ട് നമ്മളെ പാരൻസിനെ കാണുമ്പോൾ, ഉമ്മയെയും ഉപ്പയെയും ചങ്കായി കാണുമ്പോൾ അത് ഭയങ്കര രസമായിരിക്കും, അത് കുറച്ചും കൂടെ മനോഹരമായിരിക്കും. അതിനാണ് പറഞ്ഞു വെച്ചത്, നമ്മൾ മക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക, ഏറ്റവും നല്ലതായിട്ട് മക്കൾക്ക് എൻ്റെ ഉമ്മയാണ് എൻ്റെ സുഹൃത്ത്, എൻ്റെ ഉപ്പയാണ് എൻ്റെ സുഹൃത്ത് എന്ന് തോന്നിക്കുമാർ അവരെ വളർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവളിവിടെ പറഞ്ഞു തുടരുകയാണ്, ഞങ്ങൾ 5 പേരാണ് കട്ട ചങ്സ്. ഈ 5 പേരിൽ 4 പേർക്കും, എനിക്കൊഴികെ 4 പേർക്കും സകല സ്വാതന്ത്ര്യങ്ങളുണ്ട്, എനിക്ക് മാത്രം ഇല്ല. വീണ്ടും ചോദിച്ചു ഞാൻ, എന്തൊക്കെയാണ് നീ പറഞ്ഞു വരുന്ന സ്വാതന്ത്ര്യങ്ങൾ? നീ ആഗ്രഹിക്കുന്ന, നിനക്ക് കിട്ടിയില്ല, നിനക്ക് കിട്ടുന്നില്ല, ഉമ്മ തരുന്നില്ല എന്ന് പറയുന്ന സ്വാതന്ത്ര്യമില്ലായ്മകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറയാം, ഈ 5 പേരിൽ 4 പേർക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇഷ്ടമുള്ള വസ്ത്രം ഇഷ്ടമുള്ള രൂപത്തിൽ ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷെ എനിക്ക് മാത്രമില്ല. ഞാൻ മാത്രം വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് എൻ്റെ പാൻറ്റ് എത്ര ഇറക്കമുണ്ട്, എൻ്റെ തട്ടം എവിടെയൊക്കെ മറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏതെല്ലാം ഭാഗങ്ങൾ കാണുന്നുണ്ട്, കാണുന്നില്ല, ഈ ചോദ്യങ്ങളുടെ ഒരു പ്രഹരമായിരിക്കും അവിടെ. എനിക്ക് മാത്രം ആ സ്വാതന്ത്ര്യം എൻ്റെ വീട്ടിലില്ല. അടുത്ത സ്വാതന്ത്ര്യമില്ലായ്മ, എൻ്റെ സുഹൃത്തുക്കളിൽ 4 പേർക്കും ഇഷ്ടമുള്ള സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോവാനും, കോഫി ഷോപ്പിൽ പോവാനും, കൂൾ ബാറിൽ പോവാനും, ഇഷ്ടമുള്ളത് കഴിക്കാനും കുടിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. എൻ്റെ ഉമ്മ മാത്രം എനിക്ക് ആ സ്വാതന്ത്ര്യം തന്നിട്ടില്ല.
എവിടെ പോകുന്നു, എപ്പോൾ പോകുന്നു, ഇതൊക്കെ എഴുതി കൊടുത്ത് ഒപ്പിട്ട് ബോധ്യപ്പെടുത്തിയിട്ട് വേണം എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ. നോക്കൂ, ഇനി പറയുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും യാദൃശ്ചികം മാത്രമാണെന്ന് ഞാനിവിടെ പറഞ്ഞുകൊള്ളുന്നു. കാരണം എനിക്ക് എൻ്റെ കുട്ടികളുടെ അടുത്തേക്ക് പോകണേ. 3 കുട്ടികൾ എൻ്റെ വഴിക്കണ്ണുമായി അവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം പ്രോഗ്രാമൊക്കെ വൈൻഡപ്പ് ചെയ്ത് എനിക്ക് എൻ്റെ മക്കളുടെ അടുത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ കുഞ്ഞിന് വസ്ത്രം ധരിക്കുക, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമോ ഇഷ്ടമുള്ള സമയത്ത് പുറത്തു പോകാനും ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉമ്മ കൊടുക്കണില്ല. ഇനി 3ാമത്തെ സ്വാതന്ത്ര്യം എന്ന് പറയണത്, അവൾ പറയാണ്, ഞങ്ങൾ ഫ്രണ്ട്സിൽ ഈ 4-5 ചങ്സിൽ 4 പേരും സ്ഥിരമായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി അവരെ മുടിയൊക്കെ ഇഷ്ടമുള്ള രൂപത്തിലൊക്കെ കട്ട് ചെയ്ത് കളറൊക്കെ കൊടുത്ത് മുഖത്തൊക്കെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് അവർ വീട്ടിൽ വരും. എന്നെ മാത്രം എൻ്റെ ഉമ്മ സമ്മതിക്കൂല. ഉമ്മ അപ്പത്തിന് പറയും, മുഖത്തിൻ്റെ ആരോഗ്യം, മുഖത്തിൻ്റെ ഭംഗി, മുടിയുടെ ആരോഗ്യം, ഇതൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് തളച്ചിടും എൻ്റെ വീട്ടിൽ. ഇനി 4ാമത്തെ സ്വാതന്ത്ര്യമില്ലായ്മ കേട്ട ഡോക്ടറെ നിങ്ങൾ ഞെട്ടുന്നാണ് പറഞ്ഞത്. ഡോക്ടറെ നിങ്ങൾ ഞെട്ടുന്ന്. അപ്പോൾ ഡോക്ടർ ഞെട്ടണ്ടേ? ഞെട്ടാൻ കണക്കാക്കിയിട്ട് ഡോക്ടർ ഒന്ന് നിവർന്നൊന്ന് നട്ടലൊക്കെ വളക്കാതെ ഒന്ന് ഇരുന്ന് അങ്ങനെ ഞെട്ടണമല്ലോ. അങ്ങനെ ഞെട്ടാൻ പാകത്തിന് ഇരിക്കുകയാണ്. ഇവൾ പറഞ്ഞു തുടങ്ങി, പൊന്നാരെൻ്റെ ഡോക്ടറെ, ഈ 5 ചങ്കിൽ 4 പേർക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്? ഈ കഥകൾ കേട്ടുകണാ? ഇത് എൻ്റെ അനുഭവമല്ലേ? പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ക്യാൻസർ കിട്ടി? ഇതേ ഇവരൊക്കെ പറയണു സ്വന്തമായിട്ട് എന്തുണ്ട്? മൊബൈൽ ഫോൺ ഉണ്ടെന്ന്. ആഹാ, അപ്പോൾ നിങ്ങൾ എവിടെയോ കേട്ടുകണില്ലേ? എനിക്ക് തോന്നണത് ഞാൻ വേറെ എവിടെയും പറഞ്ഞിട്ടുണ്ടാ, ഓർമ്മയില്ല. ഓക്കെ, അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ എന്ന്. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. ഈ 4 പേർക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉണ്ട്, എനിക്ക് മാത്രം മൊബൈൽ ഫോൺ ഇല്ല ഡോക്ടറെ. കുട്ടി സങ്കടം പറയാ. ഞെട്ടിയില്ലേ? ശരിക്കും ഞെട്ടി. അതില്ലാത്തൊരു കാര്യമാണ്. അവൾക്കില്ല എന്ന് പറയുമ്പോൾ ഞെട്ടണം. അവൾ പറയാണ്, ഡോക്ടറെ, എൻ്റെ ഉമ്മ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഉപ്പ ആകാശത്തിൽ നിന്ന് അങ്ങോട്ട് ഇട്ട് തരും ഫോണ്. ഉപ്പ ആകാശത്താ? സ്പേസിലാ? ആസ്ട്രോണമർ ആണോ ഉപ്പ? ഞാൻ വിചാരിച്ചു ആസ്ട്രോണമർ ആണ് എന്ന്. പക്ഷെ അല്ല. ഉപ്പ എവിടെയാ? ഉപ്പ ഗൾഫിലല്ലേ. അപ്പോൾ ഏത് വേർഷൻ വേണമെന്ന് പറഞ്ഞാൽ മതി. മൊബൈൽ ഫോൺ ആൻഡ്രോയിഡ് വേണോ ഐഫോൺ വേണോ, ഏത് വേർഷൻ വേണമെന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ ഉപ്പ അത് എനിക്ക് അയച്ചു തരും. പക്ഷെ ഉമ്മ പറയൂല. എൻ്റെ ഉമ്മ പറയൂല. ഉമ്മയ്ക്ക് എനിക്ക് യാതൊരു സ്വാതന്ത്ര്യങ്ങളും ഇല്ലാണ്ട് ഞാനിങ്ങനെ ജീവിക്കുന്നതാണ് ഉമ്മയ്ക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ പ്രതി വീണ്ടും 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 ഉമ്മ തന്നെയാണ് അല്ലേ? അങ്ങനെ ആ ഉമ്മയെ വിളിപ്പിച്ചു. ഉമ്മ അരികിലിരിക്കുകയാണ്. ഉമ്മയെടുത്ത് ചോദിച്ചു, ഇന്ന സ്വാതന്ത്ര്യങ്ങളൊന്നും നിങ്ങളെ കുട്ടിക്ക് കൊടുക്കണില്ലേ? നിങ്ങൾ എങ്ങനെയാണ് കുഞ്ഞിനെ വളർത്തുന്നത്? ഉമ്മ പറയാണ്, ശരിയാണ് ഡോക്ടറെ, ഇതൊന്നും ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുക്കാത്ത സ്വാതന്ത്ര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഓരോന്നിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ച് തരാം. എൻ്റെ വിശദീകരണം ഞാൻ തുടങ്ങുന്നത് അവസാനത്തെ സ്വാതന്ത്ര്യമില്ലായ്മയിൽ നിന്നാണ്. ആദ്യത്തേത് മുതലല്ല. അവസാനം പറഞ്ഞു വെച്ച ഒന്നുണ്ടായിരുന്നല്ലോ, അതെന്തായിരുന്നു? സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ഉണ്ട് എന്ന് അല്ലേ? അവിടെ മുതൽ ഞാൻ തുടങ്ങട്ടെ എന്ന് ചോദിച്ചിട്ട് പെർമിഷനോട് കൂടിയിട്ട് ആ ഉമ്മ പറഞ്ഞു തുടങ്ങുകയാണ്, എൻ്റെ ഡോക്ടറെ, ഈ 5 ചങ്കുകളിൽ 4 എണ്ണത്തിനും സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ മാത്രമല്ല ഉള്ളത്. മൊബൈൽ ഫോണിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്ന ചാർജറും ഹെഡ്സെറ്റും അല്ലാതെ ഫ്രീ കിട്ടുന്നൊരു സാധനമുണ്ട്. അതെന്താ? മൊബൈൽ ഫോൺ പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടെ നിങ്ങൾ എന്നോട് പറഞ്ഞാളേ. അതന്നെ അല്ലേ? ബോയ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്സിൻ്റെ അപ്ഗ്രേഡഡ് വേർഷനാണ് ബെസ്റ്റീസ് അല്ലേ? ബോയ് ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ അപ്ഗ്രേഡഡ് വേർഷൻ ഈസ് എന്താണ്? ബെസ്റ്റീസ് ആണ്. ഈ മൊബൈൽ ഫോണിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്നതാണ്. കാരണം മൊബൈൽ ഫോൺ എന്തിനാ? സൈലത്തിൻ്റെ ക്ലാസ് കേൾക്കാൻ അല്ലേ? എന്ത് പാരൻസ് നിങ്ങളൊക്കെ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ മക്കളെ? അവർ സൈലത്തിൻ്റെ ട്യൂഷൻ ക്ലാസ് കേൾക്കുകയല്ലേ? അല്ലേ 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 ഞാൻ സൈലത്തിൻ്റെ പരസ്യം പറയാൻ വന്നതൊന്നും അല്ല കേട്ടോ. എൻ്റെ വായിൽ കിട്ടിയൊരു ട്യൂഷൻ സെൻറ്റർ അതാണെന്ന് മാത്രം. ഇനി സൈലമാവാം ഡോപ്പയാവാം ഏതും അവന് ഡോപ്പക്കാർക്ക് പരാതിയൊന്നും വരണ്ട. ഏത് ട്യൂഷനാണെങ്കിലും നമ്മൾ ട്യൂഷൻ കേൾക്കല്ലേ, ക്ലാസ് കേൾക്കല്ലേ, ഹോംവർക്ക് ചെയ്യാനുള്ളത് PDF ആയിട്ട് ടീച്ചേഴ്സ് അയക്കല്ലേ മൊബൈൽ ഫോണിൽ.
നിങ്ങൾ ആലോചിക്കണം അല്ലേ, നമ്മളൊക്കെ അങ്ങനെ ഓർത്ത് ചെല്ലുമ്പോഴൊക്കെ കുഞ്ഞ് ഫോണും പിടിച്ചിരിക്കുകയാണ്. ചെന്ന് നോക്കുമ്പോഴൊക്കെ മൊബൈൽ ഫോണിൽ നിറയെ എന്താ പേപ്പർ മുഴുവൻ എഴുതി വെച്ച പേപ്പറാണ് കാണുന്നത്, ടെക്സ്റ്റുകളാണ് കാണുന്നത്. പക്ഷെ ഉണ്ടല്ലോ, അവിടെ നിന്ന് മറിഞ്ഞാൽ ഒരൊറ്റ ക്ലിക്ക് മതി, അത് മുകളിലേക്ക് പോയി അതിൻ്റെ താഴെ പിന്നെ എന്താ ഉണ്ടാവുക? സ്നാപ്ചാറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ആയിരിക്കാം, ഫേസ്ബുക്ക് ആയിരിക്കാം. ഫേസ്ബുക്കൊക്കെ ഔട്ട്ഡേറ്റഡ് അല്ലേ, ഇപ്പം ഇല്ലല്ലോ. ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്കൊന്നും അറിയാത്ത കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. എനിക്കിതൊക്കെ പഠിപ്പിച്ച് തരാറ് മുന്നിൽ വരുന്ന പെൺകുട്ടികളാണ്. അവരാണ് ഇതൊക്കെ പഠിപ്പിച്ച് തരാറുള്ളത്. പലപ്പോഴും ഉമ്മമാർ പരാതി പറയും, അതൊരു ക്രെഡിറ്റ് ആയിട്ട് പറയണതാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. നമുക്ക് പിന്നെ ഈ ഇൻസ്റ്റഗ്രാമിനെ പറ്റി സ്നാപ്ചാറ്റിനെ പറ്റിയൊന്നും അറിയില്ലല്ലോ എന്ന്. എന്തേ നമുക്കറിയാത്ത? കുഞ്ഞിന് മൊബൈൽ ഫോൺ കിട്ടുന്നതിൻ്റെ മുമ്പേ നമ്മുടെ കയ്യിലല്ലേ മൊബൈൽ ഫോൺ വന്നത്? അല്ലേ? അല്ല എന്ന് പറയാൻ പറ്റുമോ? പല കാര്യത്തിലും കുഞ്ഞിനേക്കാളും നിൻ്റെ മുകളിലാണ് ഞാൻ, നിന്നേക്കാൾ ബുദ്ധിയുണ്ട്, നിന്നേക്കാൾ അനുഭവ സമ്പത്തുണ്ടെന്ന് നമ്മൾ അഹങ്കരിക്കാറില്ലേ? പലപ്പോഴും അവളോട് നമ്മൾ പറയാറില്ലേ? ഇല്ലേ? എന്നിട്ട് എന്തേ മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോയത്? മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിൽ എന്തേ നമ്മൾ ഒരു തരത്തിലുള്ള ജ്ഞാനവും ഇല്ലാത്തവരായി, അക്ഷരജ്ഞാനം അതിനെക്കുറിച്ച് ഇല്ലാത്തവരായി പോകാൻ കാരണം എന്തേ? നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നല്ലേ? അല്ലേ? ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടാക്കട്ടെ എന്ന് മോള് ചോദിക്കുമ്പോൾ എന്താ പറയുക? അല്ല, ഞാനൊക്കെ ഇനി കേൾക്കാൻ പോകുന്ന ചോദ്യമാണത്. ഒരു പക്ഷേ എൻ്റെ മക്കൾ ചോദിച്ചേക്കാം, അമ്മച്ചി ഞങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കി തരുമോ? അപ്പോൾ എന്താ പറയേണ്ടത്? ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ പറഞ്ഞത് ചിലക്കാതെ അവിടുന്ന് പോയിക്കോ, അതിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം അല്ലേ? ഒരുപക്ഷെ നിങ്ങളെ ഗുരുവായൂർ സ്ലാങ്ങിലൊക്കെ മുട്ടൻ തെറികൾ ഇതിനേക്കാൾ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അല്ല, ഞങ്ങൾ മലപ്പുറത്ത് എങ്ങനെയൊക്കെയാണ് മാക്സിമം പറയുക, ചിലക്കാതെ പോയിക്കോ, എനിക്കിപ്പോൾ ഇൻസ്റ്റഗ്രാം ഒന്നും ഉണ്ടാക്കി തരൂല, അതിൻ്റെ പ്രായമൊന്നും ആയിട്ടില്ല എന്ന്. നമ്മളത് പറഞ്ഞു വെച്ച് ശാന്തരായി സമാധാനത്തോടു കൂടി ഇരിക്കുക അല്ലേ? ഞാൻ ഡോസ് കൊടുത്തിട്ടുണ്ട്, ഇനി ഇൻസ്റ്റഗ്രാമും ഇല്ല, ഫേസ്ബുക്കും ഇല്ല, സ്നാപ്ചാറ്റും ഇല്ല, ഒന്നുമില്ല എന്ന് നമ്മൾ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴാണ് ഒരു ഉമ്മ വന്ന് പറയുന്നത്, പൊന്നാരൻ്റെ ഡോക്ടർ, ഈ മൊബൈൽ ഫോൺ നിങ്ങളൊന്ന് നോക്കി, ഇതിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഞാനൊന്ന് ചെക്ക് ചെയ്തു, എൻ്റെ അറിവ് വെച്ച് മുഴുവൻ ഞാൻ പരതി നോക്കി, അതിൽ യാതൊരു ആപ്ലിക്കേഷനും ഇല്ല. അവർ പറയാണ്, ഞാൻ എൻ്റെ ഉമ്മാനെ, പ്രായമായിട്ടുള്ള ഉമ്മ ഉണ്ട് വീട്ടിൽ, ആ ഉമ്മാനെ ഫോൺ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാനൊരു ഫോൺ വേണമല്ലോ, അതിനു വേണ്ടി മാത്രമാണ് ഞാനിത് കൊണ്ടു നടക്കുന്നത്, ഈ ഫോണ് കൊണ്ടു നടക്കുന്നത്. ആ ഫോണിൽ യാതൊരു ആപ്ലിക്കേഷനും ഇല്ല. പക്ഷേ 4 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ 40-ലേറെ ആളുകളോടാണ് ആ പെൺകുട്ടി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 അക്കൗണ്ടിലൂടെ 40-ലേറെ ആളുകളോടാണ് ആ പെൺകുട്ടി നിരന്തരം പലതരത്തിലുള്ള മെസ്സേജസും അയച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല അല്ലേ നമുക്ക്? ഇല്ല, കാരണം ടെക്നോളജി വൈസ് അത്രയും നമ്മളെക്കാൾ മുന്നിലാണ് നമ്മുടെ മക്കളുള്ളത്. നമ്മൾ വിചാരിച്ചാൽ നടക്കൂലേ? ഉമ്മാൻ്റെ കുട്ടി വാ, നമുക്ക് 2 ആൾക്കും ഒരു അക്കൗണ്ട് ഉണ്ടാക്കട്ടെ ചോദിക്കുമ്പോൾ തന്നെ സമ്മതിച്ചു കൊടുക്കുക. പിന്നല്ലാണ്ട് നമുക്ക് 2 ആൾക്കും ഒരു അക്കൗണ്ട് അല്ലേ? അക്കൗണ്ടിൻ്റെ ഐഡിയും പാസ്വേഡൊക്കെ നമുക്ക് 2 ആൾക്കും. നമ്മൾ 2 പേരും ഒരുമിച്ച് ഹായ് വരുന്നു, 2 പേരും ഹലോ തിരിച്ചയക്കുന്നു അല്ലേ? ഹലോ വരുന്നു, 2 പേരും ഒരുമിച്ച് ഹായ് അയക്കുന്നു. പെൺകുട്ടികളൊക്കെ ചിരിക്കുന്നുണ്ട് ഇയാളെ. നമ്മളെ മക്കളൊക്കെ ചിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അക്കൗണ്ട് വേണ്ടാന്ന് ഇല്ലേ? എന്നാൽ പിന്നെ ഞങ്ങൾക്ക് അക്കൗണ്ടേ വേണ്ട, ഞങ്ങൾ ഗൂഗിളിലൂടെ കയറി അക്കൗണ്ട് എടുത്തോണ്ട് അല്ലേ? ഐഡിയകളുണ്ട് ഗൂഗിളിലൂടെ. നമ്മളൊക്കെ ഒന്നും എത്തിപ്പെടാത്ത രൂപത്തിൽ 4-5 അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടാ ആ ഒരു ഫാൻറ്റാസ്റ്റിക് വേൾഡിലാണ് മക്കളുള്ളത് അല്ലേ? ആ ഒരു ഫാൻറ്റസിയാണ്, അതൊക്കെ ഒരു ഫാൻറ്റസിയാണ്. അതിലിങ്ങനെ നിൽക്കുക. എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്? അതിൻ്റെയൊക്കെ പരിണിത ഫലം എന്താണ് എന്ന് മനസ്സിലാക്കുന്നില്ല. സംസാരിക്കാം, ഫ്രണ്ട്സ് വേണം, കൂട്ടുകെട്ട് വേണം. ഞാൻ പറഞ്ഞു, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്കൊരു ചിറകാണ്. എല്ലാ കാലഘട്ടങ്ങളിലും കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിറകാണ്, പറക്കാനുള്ള ഒരു ചിറകാണ് കൂട്ടുകാർ. പക്ഷേ അത് എപ്പോഴാണോ നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്നും നമ്മെ ഡീവിയേറ്റ് ചെയ്ത് മാറ്റുന്നത്, ലക്ഷ്യപൂർത്തീകരണങ്ങളിൽ നിന്നും എത്തിച്ചേരാൻ സഹായിക്കാതെ അവയിൽ നിന്നും നമുക്ക് വഴിമാറ്റപ്പെടുന്നത് എപ്പോഴാണോ അപ്പോൾ നമ്മളവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം. പക്ഷേ ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കുന്ന പ്രായമല്ല അവരുടേത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് അഡോളസെന്റ് പീരീഡ്.
അതാണ് ട്രാൻസിഷൻ പീരീഡ്. അവിടെ കുട്ടികൾക്ക് താങ്ങും തണലുമായി വഴികാട്ടിയുമായി മാറേണ്ടത് തീർച്ചയായും നമ്മൾ പാരൻസ് തന്നെയാണ്. തെറ്റുകൾ സംഭവിക്കും, അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ സാരമില്ല കുട്ടിയെ, ഇങ്ങനെയല്ല, അമ്മ ഉണ്ട് കൂടെ, ഉപ്പ ഉണ്ട് കൂടെ, നമുക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ട് കവാടങ്ങൾ തുറന്നിടണം അവർക്ക് മുന്നിൽ. അവർ വഴുതി ഇങ്ങനെ വീഴുമ്പോഴേ താഴെ തലയിടിക്കാണ്ട് അവരെ താങ്ങാൻ വേണ്ടിയിട്ട് താഴെ നമ്മൾ നിൽക്കണം. അവർക്ക് താങ്ങായിക്കൊണ്ട് താഴെ നിൽക്കുന്നവരാവണം നമ്മൾ പാരൻസ്. അതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്.